നമസ്കാരം. ഇന്നത്തെ ഇതുവരെയുള്ള വാർത്തകൾ, പുതിയതായി വരുന്ന വാർത്തകളെല്ലാം ആഴത്തിൽ പരിശോധിക്കുന്ന ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിലെ വിവാദ പരാമർശം പിൻവലിച്ച് മന്ത്രി സജി ചെറിയാൻ. പ്രസംഗത്തിലെ വീഞ്ഞ്, കേക്ക്, രോമാഞ്ചം എന്ന ഭാഗമാണ് പിൻവലിച്ചത്. പരാമർശം ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അതേസമയം മണിപ്പൂർ വിഷയം ബിഷപ്പുമാർ പ്രധാനമന്ത്രിയോട് ഉന്നയിക്കണമായിരുന്നുവെന്ന രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 100ഓളം ആളുകൾ കൊല്ലപ്പെട്ട്, ആയിരങ്ങൾ പലായനം ചെയ്യപ്പെട്ട്, ആയിരങ്ങളുടെ ഭവനരഹിതരായ നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. ബഹുമാന്യ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം, ഞങ്ങളുടെ പ്രയാസങ്ങളും ആശങ്കകളും പരിഹാരം കാണണം എന്ന് സ്നേഹബുദ്ധിയ എങ്കിലും പറയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. ആ രാഷ്ട്രീയമായ എന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വീഞ്ഞും കേക്കും അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിന്റെയും കേക്കിന്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിലെ വിവാദ പരാമർശം പിൻവലിച്ച മന്ത്രി സജി ചെറിയാന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത് സീറോ മലങ്കര സഭയും യാക്കോബായ സഭയും രംഗത്തെത്തി. അധിക്ഷേപ പരാമർശങ്ങൾ പിൻവലിച്ചത് നല്ല കാര്യമെന്ന് സീറോ മലങ്കര സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ പറഞ്ഞു. സജി ചെറിയാൻ പദപ്രയോഗങ്ങൾ തിരുത്തിയത് സ്വാഗതാർഹമെന്ന് യാക്കോബായ സഭ ബിഷപ്പ് കുര്യാക്കോസ് മാർ തിയോഫിലസ് പ്രതികരിച്ചു. വിരുന്നിൽ പങ്കെടുത്തതിൽ രാഷ്ട്രീയമില്ല. ക്രൈസ്തവ വിഭാഗങ്ങളെ അവഹേളിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് ബലഹീനതയായി ആരും കാണരുതെന്നും കുര്യാക്കോസ് മാർ തിയോഫിലസ് പറഞ്ഞു. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹം ഒരു ക്രിസ്തുമസ് ദിനത്തിൽ ഒരു വിരുന്നിൽ ക്ഷണിക്കുമ്പോൾ അതിൽ സംബന്ധിക്കുക എന്നുള്ളത് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് ഒരു പൗരൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ആ ഒരു മര്യാദയായിട്ട് കണ്ടുകൊണ്ടാണ് ഒന്നാമതായിട്ടതിൽ സംബന്ധിച്ചത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മണിപ്പൂരിലും നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ഒറ്റപ്പെട്ടതുമല്ലാത്തതുമായ ക്രൈസ്തവ സഭകൾക്ക്, ആരാധനാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് വളരെ ആശങ്കകളോടുകൂടെയാണ് സഭകൾ കാണുന്നത്. നമ്മുടെ വിവിധ പ്രതിനിധികളുണ്ട് തത്സമയം ലൈവ് ന്യൂസിൽ. ആദ്യം മന്ത്രിയുടെ പ്രതികരണത്തിന്റെ വിശദാംശത്തിലേക്ക് എസ് ശ്യാംകുമാർ തത്സമയം. ശ്യാംകുമാർ, പാർട്ടി തള്ളിപ്പറഞ്ഞിരുന്നു സജി ചെറിയാന്റെ പരാമർശത്തെ. KCBC ശക്തമായ താക്കീത് നൽകുന്നു. ഈ പരാമർശം പിൻവലിച്ച് വിശദീകരണം നൽകിയില്ലെങ്കിൽ സർക്കാരുമായി സഹകരിക്കില്ല എന്ന്. അങ്ങനെ ആ തരത്തിലേക്കൊരു വിശദീകരണം നൽകേണ്ടി വരുന്നു മന്ത്രിക്ക്. വിവാദ പരാമർശം പിൻവലിക്കേണ്ടി വരുന്നു. പക്ഷേ താൻ പറഞ്ഞതെന്തോ ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇന്ന് മന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചത്? അനുജ, മന്ത്രിയുടെ പരാമർശങ്ങളിൽ മന്ത്രി പറയുന്നത് കേക്ക്, വൈൻ, രോമാഞ്ചം ഈ 3 വാക്കുകൾ പിൻവലിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ് എന്നുള്ളത് മുന്നണിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പുകൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് വലിയ രീതിയിൽ പ്രതിഫലിക്കും. അത്തരത്തിലുള്ള ആശങ്കകൾ ഇടതുമുന്നണിക്കകത്ത് തന്നെ ഘടകകക്ഷികൾ പങ്കുവെക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് താൻ നടത്തിയ പരാമർശത്തിൽ വൈദികർക്ക് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ പിൻവലിക്കുന്നു, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ആ പ്രസംഗത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത്. വളരെ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഉറപ്പുള്ള ഒരു പരാമർശത്തിലാണ് മന്ത്രിയുടെ ഒരു വാക്ക് മാറ്റലുണ്ടായത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ മന്ത്രിക്കെതിരായിട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. കാരണം ക്രിസ്തീയ സഭകളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒക്കെ അത് വലിയൊരു ആയുധമായി ഉയർത്തിയിരുന്നു. അപ്പോഴും മന്ത്രി പറയുന്നത് പുരോഹിതർക്കുൾപ്പെടെ വേദനയുണ്ടെങ്കിൽ മാത്രം താൻ ആ പരാമർശം പിൻവലിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നു. ഈ നിലപാടിനെ ഇനിയും ചോദ്യം ചെയ്താൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് തന്റെ തല പോകണം, അതിന് ഇനി മാറ്റം വരണമെങ്കിലെന്നാണ് ഏറ്റവും അവസാനം സജി ചെറിയാൻ പറഞ്ഞത്. പക്ഷേ മുന്നണിക്കുള്ളിൽ ഉൾപ്പെടെ ഉണ്ടായ വിമർശനങ്ങൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെ മറുപടി പറയേണ്ട സാഹചര്യം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അത് രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യം, നാളെ പ്രധാനമന്ത്രി ഇവിടെ വരാനിരിക്കുന്ന ഒരു സാഹചര്യം, അത്തരം സാഹചര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ ആയുധം ഉണ്ടാക്കേണ്ട
എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഇടതുമുന്നണിയെയും CPM-നെയും മന്ത്രിയെയും ഒക്കെ വളരെ പെട്ടെന്ന് ആ പരാമർശം പിൻവലിക്കാനും അതിൽ ഖേദം പ്രകടിപ്പിക്കാനും പ്രേരിപ്പിച്ചത്. ഒരുപക്ഷെ നാളെ അത് പ്രധാനമന്ത്രി ഉപയോഗിച്ചാൽ അത് രാജ്യവ്യാപകമായി ഉപയോഗിക്കപ്പെടുമെന്നുള്ള ഒരു വിലയിരുത്തൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ പ്രത്യേകിച്ച് ഇടതുമുന്നണിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ അതിലുണ്ടാകുന്ന രാഷ്ട്രീയ തിരിച്ചടികളെ കുറിച്ച് ഇടതുമുന്നണിയെ പ്രത്യേകിച്ച് CPM നേതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതോടെയാണ് ആ പരാമർശം പിൻവലിക്കാൻ മന്ത്രി തയ്യാറായിരിക്കുന്നത്. ഏതായാലും വലിയ വിവാദങ്ങളുണ്ടാക്കിയ ആ പരാമർശത്തിൽ വലിയ കേടുപാടുകൾ സംഭവിക്കാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും എന്നാൽ പുരോഹിതർക്ക് വേദനയുണ്ടെങ്കിൽ ആ പരാമർശം പിൻവലിക്കുകയും ചെയ്യുന്നുവെന്ന പ്രസ്താവന ഇറക്കി തൽക്കാലമെങ്കിലും സജി ചെറിയാൻ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ശ്യാം, ഇതിൽ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അദ്ദേഹം അതിൽ വൈകിട്ടുണ്ടായ പ്രസംഗമാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ മണിപ്പൂർ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനം, അതിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സഭയ്ക്കെതിരെ എന്തുകൊണ്ട് ഈ വിഷയം പറയുന്നില്ല എന്നൊരു പരാമർശം മാത്രം, അത് മൃദുവായ ഒരു വിമർശനം എന്ന തരത്തിലേക്ക് നടത്തിക്കൊണ്ട്, അതായത് ഈ രാഷ്ട്രീയ നിലപാട് അത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ്, അതിലിപ്പോൾ മന്ത്രി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതോടെ ഈ വിവാദം ഇപ്പോൾ തൽക്കാലത്തേക്ക് അവസാനിക്കുന്നു എന്നുകൂടി പാർട്ടി കരുതുന്നുണ്ടാകുമല്ലേ? തീർച്ചയായും വാർത്താ സമ്മേളനത്തിൽ സജി ചെറിയാൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഇതൊക്കെ ഇതുകൊണ്ട് അവസാനിക്കുമെങ്കിൽ അവസാനിക്കട്ടെ, ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൽ കൂടുതൽ തെളിവുകൾ, താൻ പറഞ്ഞതിനെ വസ്തുതാപരമായി ശരിവെക്കുന്ന നിരവധി തെളിവുകൾ തന്റെ കൈവശമുണ്ട്. അത് പറയേണ്ട സാഹചര്യം വന്നാൽ അപ്പോൾ പറയാം എന്നുള്ളതാണ് സജി ചെറിയാന്റെ നിലപാട്. അത് ഊന്നിക്കൊണ്ട് തന്നെയാണ് സജി ചെറിയാൻ വീണ്ടും പറയുന്നത്, വൈദികർക്ക് വേദന ഉണ്ടായെങ്കിൽ മാത്രം ആ 3 വാക്കുകൾ പിൻവലിക്കുന്നു. പക്ഷേ തന്റെ നിലപാട് അത് തലപോയാലും അതിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള ഒരു പരാമർശം നടത്തുകയും ചെയ്യുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ സജി ചെറിയാന്റെ വാക്കുകൾ ഏതായാലും അത് വലിയ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാക്കിയിരുന്നു. അത്തരത്തിൽ ഘടകകക്ഷികൾ പോലും അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് സ്വാഭാവികമായും ആ പരാമർശം പിൻവലിക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് നാളെ പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അത് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കപ്പെട്ടാൽ അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ടെന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പരാമർശം ന്യൂനപക്ഷങ്ങളെ LDF-ൽ നിന്ന് അകറ്റുമെന്ന സ്ഥിതി, അതോടെയാണ് പാർട്ടി സെക്രട്ടറി ആ നിലപാട് പാർട്ടിയുടേതല്ല എന്ന രീതിയിൽ തള്ളിക്കളയുന്നത്. തൊട്ടു പിന്നാലെ തന്നെ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് ആ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ഈ പരാമർശങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പൂർണ്ണമായും സ്വീകാര്യമാണോ? മന്ത്രി പറയുന്നത് പുരോഹിതർക്ക് എതിർപ്പുള്ള ഭാഗം മാത്രം പിൻവലിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വീകാര്യമാണോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ആ ബന്ധപ്പെട്ട സഭകളാണ്. ഏതായാലും വലിയ വിമർശനങ്ങൾക്കൊടുവിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇട കൊടുക്കാതെ ഇനിയും കൂടുതൽ വളരാൻ അനുവദിക്കാതെ ആ പരാമർശം പിൻവലിച്ച് ആ വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മന്ത്രിയും ഇടതുമുന്നണിയും. ഇപ്പോൾ ഈ വിവാദ പരാമർശം പിൻവലിച്ചതോടെ ഇത് ഇല്ലാതാകുന്നുണ്ടോ, അത് സ്വീകാര്യമാണോ സഭയ്ക്ക്? എബിൻ ജോസ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. എബിൻ, ഇപ്പോൾ ഇതിനോടകം തന്നെ നമുക്കറിയാം വിവിധ സഭാ മേലധ്യക്ഷന്മാർ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതായത് ഈ പരാമർശങ്ങൾ പിൻവലിച്ചതോടെ അവർക്ക് എതിർപ്പ് മാറുന്നു എന്ന തരത്തിലേക്ക് നമ്മൾ അതിനെ കണക്കാക്കണമോ? KCBC ആണ് ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്, വിശദീകരണം നൽകണം, പരാമർശം പിൻവലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാരുമായി സഹകരിക്കില്ല എന്ന്. ഇപ്പോൾ ഈ വിവാദ പരാമർശങ്ങൾ പിൻവലിക്കുന്നു, പക്ഷെ തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മന്ത്രി പറയുമ്പോൾ എന്താണ് സഭ അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം? അനുജ, നിലവിൽ സജി ചെറിയാൻ ഈ വിവാദ പ്രസ്താവനകൾ, വാക്കുകൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞതിനെ സഭകൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റൊരു വിഷയമുള്ളത്, ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജി ചെറിയാൻ ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തപ്പോൾ മണിപ്പൂർ വിഷയം ഈ സഭ ബിഷപ്പുമാർ മറന്നുപോയി എന്നുള്ളൊരു പരാമർശം, ആ നിലയ്ക്ക് ഉള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ യാക്കോബായ സഭ തന്നെ വ്യക്തമാക്കിയത് ഈ മണിപ്പൂർ വിഷയം സഭ മറന്നിട്ടില്ല, ആ നിലപാടിൽ സഭ ഉറച്ചു നിൽക്കുന്നു. ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല. ഈ കാര്യങ്ങളെല്ലാം മണിപ്പൂരിലെ ക്രൈസ്തവ സഭകളുടെ ആശങ്ക അത് കൃത്യമായി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ക്രിസ്മസ് വിരുന്ന് എന്ന് പറയുമ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടതാണ്. ആ അവസരത്തിൽ അത് സൂചിപ്പിക്കേണ്ടതില്ലാത്തതുകൊണ്ടാണ് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാത്തത്. കൃത്യമായി അവതരിപ്പിക്കേണ്ട സ്ഥലത്ത് അത് കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഒരിക്കലും ഈ നിലപാടുകൾ വിട്ടുകൊണ്ടുള്ള സഭയ്ക്കൊരു തീരുമാനവുമില്ല. ഏതെങ്കിലും ഒരു വിരുന്നിൽ പങ്കെടുത്താൽ സഭയുടെ നിലപാട് അതിൽ അലിഞ്ഞു പോകുന്നതല്ല എന്ന് സഭ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രധാനപ്പെട്ടമായി ഉന്നയിച്ച ബിഷപ്പുമാർക്കെതിരെ ഉന്നയിച്ച വാക്കുകൾ പിൻവലിക്കുമ്പോൾ അതിന് സഭകൾ സ്വാഗതം ചെയ്യുമെങ്കിൽ പോലും മറ്റു രാഷ്ട്രീയ നിലപാടുകൾ, ഈ മണിപ്പൂർ വിഷയം മനഃപൂർവ്വം മറന്നു എന്നുള്ള പ്രയോഗങ്ങളിലെല്ലാം തന്നെ ആ അതൃപ്തി ഇപ്പോഴും സഭകൾക്കുണ്ട്, KCBC-ക്കുണ്ട്, അതുപോലെ തന്നെ യാക്കോബായ സഭ ഉൾപ്പെടെയുള്ള സഭകൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അനുജ.
എന്തായാലും അവരുടെ വലിയ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ ഉണ്ടായത് തൽക്കാലം അത് അലിഞ്ഞില്ലാതാകുന്നു എന്ന് കണക്കാക്കാം അല്ലേ? അനുജ, ആ രീതിയിൽ തന്നെ ഈ നേരത്തെ നമ്മൾ വീഞ്ഞും കേക്കും അതുപോലെ തന്നെ രോമാഞ്ചം തുടങ്ങിയ പദങ്ങൾ പിൻവലിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് ഏറെ വിമർശനമായി ഉയർന്നു വന്നത്. കാരണം സഭാ മേലധ്യക്ഷന്മാരെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് കൂടുതലായി ഉയർന്നു വന്നത്. അതോടൊപ്പം തന്നെ മണിപ്പൂർ വിഷയം ഒരു രാഷ്ട്രീയമായി ഉയർത്തിയായിരുന്നു പ്രതികരിച്ചത്. ഏതായാലും ഈ വാക്കുകൾ പിൻവലിക്കുന്നു എന്നുള്ളതിനെ KCBCയും അതുപോലെ തന്നെ യാക്കോബായ സഭ ഉൾപ്പെടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും മറ്റ് രാഷ്ട്രീയ പ്രതികരണങ്ങൾ അതിനോട് ശക്തമായി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് സഭ. പക്ഷേ പലപ്പോഴും അവഹേളിക്കപ്പെടുമ്പോൾ, ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ അവഹേളിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് ബലഹീനതയായി കാണരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അനുജം, ശരി. ഏതായാലും സജി ചെറിയാൻ വാർത്താ സമ്മേളനം നടത്തിയാണ് തന്റെ നിലപാട് വിശദീകരിക്കുന്നത്. ഒരുപക്ഷെ വിഷമമുണ്ടാക്കാൻ ഇടയായിട്ടുള്ള ആ പദപ്രയോഗങ്ങൾ, 3 പദപ്രയോഗങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞ കാര്യം അത് രാഷ്ട്രീയ നിലപാടാണ്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ബീഹാറിൽ ജാതി സർവേ തുടരാൻ സുപ്രീം കോടതിയുടെ അനുമതി. സർവേ നടപടികൾ നിർത്തിവെക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. ആർ.കെ., സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ എന്താണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്? അനുജയ്ക്ക് അറിയാവുന്നതുപോലെ തന്നെ പട്ന ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നിർത്തിവെക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത് സെൻസസ് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇടപാടാണ്. അഥവാ കേന്ദ്ര സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ ബീഹാർ സർക്കാർ ഈ നടപടികൾ സ്വീകരിക്കുന്നത് വഴി ഫെഡറലിസത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ സാഹചര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപം. എന്നാൽ നയപരമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ഇടപെടാൻ സാധ്യമല്ല, അഥവാ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടി. ഈ ജാതി സെൻസസ് തടയുന്നതിൽ ഇടക്കാല ഉത്തരവിലൂടെ തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അനുജ, ബീഹാറിൽ ജാതി സർവേ തുടരാം എന്ന് സുപ്രീം കോടതി. എറണാകുളം മട്ടാഞ്ചേരിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. കൊച്ചി സ്വദേശിനി ധനുജയാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. ദേഹാസ്വാസ്ഥ്യമുണ്ടായ യുവതിയെ കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് ലഭ്യമായില്ല എന്ന് കുടുംബം ആരോപിച്ചു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ചികിത്സയ്ക്കെത്തിയ യുവതി ആശുപത്രിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? അനുജ, ഈ കുട്ടി, അതായത് ഈ 29 വയസ്സുകാരിയായ ധനുജയുടെ 3 വയസ്സുള്ള മകളുമായി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതാണ്. കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയാണ്. അവിടെ ഈ കുട്ടിയുമായി ചികിത്സയ്ക്ക് എത്തിയതാണ്. അതിനുശേഷം ചികിത്സ പൂർത്തിയാകുന്നതിനിടയ്ക്ക് ധനുജ അവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രാഥമിക ചികിത്സ അവിടെ തന്നെ നൽകിയെങ്കിലും അതിനോടകം തന്നെ ചില ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോയിരുന്നു. പിന്നീടാണ് കൂടുതൽ മികച്ച ചികിത്സ കിട്ടാൻ വേണ്ടി മറ്റൊരു ആശുപത്രിയിലേക്ക് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ ഈ ആശുപത്രിയിൽ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായത്. അതിന് ഉള്ളിൽ തന്നെ ധനുജ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ആശുപത്രി അധികൃതരുമായി കുടുംബം സംസാരിച്ചപ്പോൾ നിലവിൽ ഇവിടെയുള്ള ആംബുലൻസ് VIP ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ട് മറ്റു മാർഗ്ഗങ്ങളില്ല, മറ്റേതെങ്കിലും സ്വകാര്യ വാഹനം തേടിക്കോളൂ എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. പക്ഷേ പുറത്തുപോയി മറ്റൊരു വാഹനം എത്തിക്കുമ്പോഴേക്ക് ധനുജയുടെ മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ നടക്കുകയാണ്. ഇതുവരെയും ആംബുലൻസ് പകരം എത്തിക്കാനോ അല്ലെങ്കിൽ അതിന് ഒരു പകരം സംവിധാനം ഏർപ്പെടുത്താനോ ആശുപത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ധനുജയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്താണ് ഈ മരണ കാരണം എന്നുള്ളതിൽ ഡോക്ടേഴ്സിന്റെ സ്ഥിരീകരണം എന്താണ് അശ്വിൻ? നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവർ പറയുന്നില്ല. എന്തായാലും ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവിടെ ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്ക് സമീപം കുഴഞ്ഞു വീഴുകയായിരുന്നു. അത് ഒരുപക്ഷെ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയായതിനു ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുക. അതിനുശേഷം ഇതിൽ വ്യക്തമായൊരു കാരണം ആശുപത്രിയിൽ നിന്ന് തന്നെ പുറത്തു വരും. നിലവിലിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഇവർക്കുണ്ടായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ധനുജയുടെ കുടുംബം ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഭർത്താവ് കൊച്ചി സ്വദേശിനിയായ സജിത്താണ്. സജിത്ത് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആശുപത്രി ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ആംബുലൻസ് കിട്ടാതെ വന്ന സാഹചര്യം അടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുകളിലുള്ളവർക്ക്, അതായത് മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാനുള്ള ആലോചന കൂടി കുടുംബം ഇതിനോടകം ആലോചിക്കുന്നുണ്ട്.
അനുജ. എറണാകുളം മട്ടാഞ്ചേരിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ചികിത്സയ്ക്കെത്തിയ യുവതി കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ധനുജ എന്ന 29 വയസ്സുകാരിയാണ് മരണമടഞ്ഞത്. കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് ലഭ്യമായില്ല എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടിക്കർഷകരായ മാത്യുവിനും ജോർജിനും നാടിന്റെ സഹായഹസ്തം. മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി, റോഷി അഗസ്റ്റിൻ, നടൻ ജയറാം എന്നിവർ കുട്ടികളുടെ വീട് സന്ദർശിച്ചു. മമ്മൂട്ടിയും പൃഥ്വിരാജും സഹായം പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കകം മാത്യുവിന് ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി 5 പശുക്കളെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകും. കൂടുതൽ സഹായം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. 2021 ഏറ്റവും നല്ല കുട്ടി കർഷകനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ മാത്യുവിനായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, പ്രത്യേകിച്ച് അവരുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം, അതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹം മാത്യുവിനോട് എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു. മാത്യുവിൻ്റെ നമ്പർ എടുത്ത് ഞാൻ നേരിട്ട് വിളിച്ചു. മാത്യു ആയിട്ട് സംസാരിച്ചു. സങ്കടപ്പെടേണ്ട, ബുദ്ധിമുട്ടേണ്ട, എല്ലാവിധ സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 5 പശുക്കളെ ഒരാഴ്ചയ്ക്കകം തരും. നല്ലതിനും പശുവിനെയാണ് തരുന്നത്. അപ്പോൾ അത് 5 പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അതും എത്രയും പെട്ടെന്ന് ചെയ്യും. നടൻ ജയറാം 5 ലക്ഷം രൂപയുടെ ചെക്ക് കുട്ടികൾക്ക് കൈമാറി. തുടർന്നും എല്ലാ സഹായവും ഉണ്ടാകുമെന്നും ജയറാം പറഞ്ഞു. ഇവരനുഭവിച്ച സെയിം വിഷമം 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ്. അപ്പോൾ ഈ 2 മക്കളുടെ കാര്യം അതാണ്. ഇന്നലെ തൊട്ട് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. എല്ലാം ക്ലിയർ ആവും. നോക്കിക്കോളൂ, ഇവിടെ തന്നെ ഒരു 100 പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരുന്നു, നോക്കിക്കോ, ഉറപ്പായിട്ട്. ജയറാമിനെ ഫോണിൽ വിളിച്ച മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും കുട്ടികൾക്ക് കൈമാറുമെന്ന് അറിയിച്ചു. സർക്കാരിനും പൊതുസമൂഹത്തിനും കുടുംബം നന്ദി പറഞ്ഞു. ഇനിയും ഊർജിതമായി കൃഷി തുടരുമെന്ന് കുട്ടികൾ പ്രതികരിച്ചു. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ലൈവ് ന്യൂസിൽ ചേരുന്നത്. വിഷ്ണു, ഇന്നലെയാണ് നമ്മൾ ഈ സങ്കട കാഴ്ച കണ്ടത്. അതിനുശേഷം ഇന്നിപ്പോൾ സർക്കാർ അവർക്ക് ആദ്യം തന്നെ സഹായത്തിനായി എത്തുന്നു. കൂടുതൽ സഹായം ഉണ്ടാകുന്നതിൽ നാളെ തീരുമാനമുണ്ടാകും. കൂടാതെ സിനിമാ താരങ്ങളൊക്കെ അങ്ങനെ നാടൊന്നടങ്കം ഇവർക്കായി രംഗത്തെത്തുന്ന കാഴ്ച അതല്ലേ? അനുജ, നാടൊന്നാകെ ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് ഇന്നും ഇന്നലെയുമായി നമുക്ക് കാണാൻ സാധിച്ചത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നാലും അത്തരത്തിലൊരു ചേർത്ത് പിടിക്കൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിനെ പ്രതികരിച്ച ഇന്ന് മന്ത്രി ജെ ചിഞ്ചുറാണിയും അതോടൊപ്പം റോഷി അഗസ്റ്റിനുമാണ് എത്തിയത്. കൃത്യമായ സഹായം വാഗ്ദാനം ചെയ്തു. ഏറ്റവും ആദ്യം തന്നെ 5 പശുക്കളെ ഇൻഷുറൻസ് പരിരക്ഷയോടെ 5 പശുക്കളെ മാത്യുവിന് കൈമാറും. അതിനുശേഷം 1 മാസത്തെ കാലിത്തീറ്റ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വിഷയം നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമെന്നാണ് ജെ ചിഞ്ചുറാണി വ്യക്തമാക്കിയത്. തുടർന്നും എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ മാത്യുവിന് ബന്ധപ്പെടാം എന്നുള്ളൊരു ഉറപ്പ് നൽകിയാണ് മന്ത്രി മടങ്ങിയത്. അതോടൊപ്പം തൊട്ട് പിന്നാലെയാണ് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള സഹായവും ഈ കുടുംബത്തെ തേടി എത്തിയത്. നടൻ ജയറാം 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഓഡിയോ ലോഞ്ച് നടക്കാതിരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തുക മാറ്റിവെച്ചാണ് ഈ കുട്ടികൾക്ക് പൈസ കൈമാറിയത്. പിന്നാലെ നടൻ മമ്മൂട്ടിയും പൃഥ്വിരാജും കുട്ടികൾക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലുലു ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് സഹായം വന്നിട്ടുണ്ട്. 10 പശുക്കളെ വാങ്ങാനുള്ള പൈസ ഈ കുടുംബത്തിന് നൽകുമെന്നാണ്. അല്പസമയത്തിനകം തന്നെ അത് സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തൊടുപുഴ MLA PJ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളും ഇടപെട്ടു. അദ്ദേഹവും ഒരു പശുവിനെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു ചെറുത്ത് പിടിക്കൽ ഈ വിദ്യാർത്ഥികളുടെ, ഈ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന്റെ ഇടപെടൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മാതൃകാപരമായ ഒന്ന് തന്നെയായി ഈ വിഷയത്തിൽ കണക്കാക്കാം. മരിച്ചീനെ തൊണ്ട് കഴിച്ചാണ് 13 പശുക്കൾ മരിച്ചത്. അതിൽ 5 പശുക്കളുടെ നില ഗുരുതരമായിരുന്നു. അതിൽ 2 പശുക്കൾ റിക്കവർ ആയിട്ടുണ്ട്. ബാക്കി 2 പശുക്കളുടെ നില ഗുരുതരമാണ്. 3 പേർ റിക്കവർ ആയിട്ടുണ്ട്. മാത്യുവും കുടുംബവും പ്രതികരിച്ചത് സർക്കാരിൻ്റെയും അതോടൊപ്പം പൊതുസമൂഹത്തിൻ്റെയും ഇടപെടൽ അത് അംഗീകരിക്കുന്നു, അത് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം. തുടർന്നും ഇത്തരത്തിൽ പശു വളർത്തൽ വളരെ ഊർജിതമാക്കി കൊണ്ടുപോകുമെന്നാണ് ആ കുടുംബത്തിൻ്റെ പ്രതികരണം വന്നത്. വരും ദിവസങ്ങളിലും ഇവർക്കുള്ള സഹായങ്ങൾ തുടരും എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ക്ഷീരവികസന വകുപ്പിൻ്റെയും മിൽമയുടെ ഭാഗത്തും പ്രത്യേക സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അനുജ, തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടിക്കർഷകർക്കാണ് സഹായഹസ്തവുമായി നാടൊന്നാകെ രംഗത്തെത്തിയത്. അവരെ ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ, സിനിമാ താരങ്ങൾ, വ്യവസായികൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള എല്ലാവരും. തിരികെ ലൈവ് ന്യൂസിലേക്ക്.
നവകേരള സദസ്സിൽ ലഭിച്ച പരാതി പരിഹരിക്കുന്നതിൽ മെല്ലെപ്പോക്ക്. കാസർഗോഡ് ജില്ലയിൽ സർക്കാർ പ്രഖ്യാപിച്ച 45 ദിവസത്തെ കാലാവധി പൂർത്തിയായി 50% താഴെ പരാതികൾ മാത്രമാണ് പരിഹരിച്ചത്. 4715 പരാതികൾ അന്തിമഘട്ടത്തിലാണെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, 45 ദിവസം എന്നുള്ളത് ആ സമയത്തിനകം പരിഹരിക്കും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്ക്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ മാത്രം 50% താഴെ മാത്രം പരാതികളാണ് ഈ കാലയളവിൽ പരിഹരിച്ചത് എന്നതാണോ നമുക്ക് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്ന വിവരം? നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിലെ മെല്ലെപ്പോക്കുമായി ബന്ധപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. അരുൺ, കേൾക്കാമോ? അനുജ, തീർച്ചയായും ഈ പരാതികൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ പ്രഖ്യാപിച്ച കാലാവധിയാണ്, പരമാവധി കാലാവധിയാണ് 45 ദിവസം എന്നുള്ളത്. അത് കാസർഗോഡ് വെച്ച് നടന്ന പര്യടനത്തിനിടെയാണ് മുഖ്യമന്ത്രി ആ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞത്. കാസർഗോഡ് ജില്ലയിലാണ് പര്യടനം ആദ്യമായി പൂർത്തിയായത്. കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയായി 45 ദിവസം കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട അവലോകനം നടത്തിയത്. അതിൽ 14,000-ലധികം പരാതികൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടുണ്ട്. അതിൽ 50% താഴെ പരാതികൾ മാത്രമാണ് ഈ 45 ദിവസത്തിനിടെ തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവശേഷിക്കുന്ന പരാതികൾ ഉടൻ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് സംബന്ധിച്ച് നിലവിൽ, ആ പരാതികളുടെ സ്ഥിതി എന്താണെന്ന് സംബന്ധിച്ച് നിലവിൽ എന്തായാലും ഒരു വ്യക്തതയില്ല. എന്തായാലും സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള കാലാവധി അനുസരിച്ച് അതിവേഗമായി ഈ പരാതികൾ പരിഹരിക്കുമെന്ന ആ പ്രഖ്യാപനം, അതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റ് ജില്ലകൾ, അതായത് താരതമ്യേന പരാതികളുടെ എണ്ണം കുറവായിരുന്നു കാസർഗോഡ് ജില്ലയിൽ. മറ്റ് കണ്ണൂർ, മലപ്പുറം, അങ്ങനെ പരാതികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ച ജില്ലകളുണ്ട്. അവിടുത്തെ സ്ഥിതി എന്താണെന്ന കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കണക്കുകളും പുറത്തു വരും. പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പരാതി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു മെല്ലെപ്പോക്കുണ്ട്. അതിൽ സർക്കാർ തന്നെ ജില്ലാ ഭരണകൂടങ്ങൾക്ക് കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഇതിന്റെ വേഗത കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. നിലവിലെ സ്ഥിതി ഇതാണ്. ആദ്യം പര്യടനം പൂർത്തിയായ കാസർഗോഡ് ജില്ലയിൽ 50% താഴെ പരാതികൾ മാത്രമേ ഈ 45 ദിവസത്തിനിടെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെ, ഏറ്റവും ആദ്യം നവകേരള സദസ്സ് നടന്ന ജില്ലയാണ് കാസർഗോഡ്. അവിടെ 45 ദിവസം പൂർത്തിയാകുമ്പോൾ 50% താഴെ മാത്രം പരാതികൾ പരിഹരിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഔദ്യോഗികമായ വിവരം. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി നവകേരള സദസ്സ് ഇന്ന് സമാപിക്കും. എറണാകുളം ജില്ലയിലെ കുന്നത്തനാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നെത്തുക. അതേസമയം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ കണ്ടതാണ്. ഇന്ന് പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലാണ് സുരക്ഷ? എറണാകുളത്തെ 2 നിയോജക മണ്ഡലങ്ങളിലാണ് അനുജ ഇന്ന് നവകേരള സദസ്സ് നടക്കാൻ പോകുന്നത്. ഒന്ന് കുന്നത്തനാട്, 2 തൃപ്പൂണിത്തറ. ഈ 2 നിയോജക മണ്ഡലങ്ങളിലെ ഈ നവകേരള സദസ്സ് പൂർത്തിയാകുന്നതോടെ ഔദ്യോഗികമായ സമാപനം നവകേരള സദസ്സിന് ഉണ്ടാകും. ഇന്നും വലിയ തോതിലുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി വീശും, മന്ത്രിസംഘത്തിന് നേരെയും കരിങ്കൊടി വീശുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെ ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അത് വലിയ സംഘർഷാവസ്ഥയിലും എത്തുകയുണ്ടായി. അതിനിടയിൽ ആണ് ഈ പ്രതിഷേധത്തിന്റെ കാര്യം നേതാക്കൾ പറയുകയും ചെയ്തത്. ഇന്ന് പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും അടിച്ചാൽ തിരിച്ചടിക്കും എന്ന നിലയിൽ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തറയിലും കുന്നത്തുനാട്ടിലും പ്രതിഷേധം അരങ്ങേറും എന്ന് യുവജന സംഘടനകൾ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്നലെ നടന്ന പ്രതിഷേധത്തിന്റെ ഫലമായി നേതാക്കൾക്കെതിരെ ഇതിനോടകം കേസെടുത്തിട്ടുണ്ട്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാനായിരിക്കും സാധ്യത. അല്പസമയത്തിനകം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ആദ്യ വേദിയിലേക്ക് എത്തിച്ചേരും. ശരി, എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുന്നു. ഇന്ന് നവകേരള സദസ്സ് സമാപിക്കുകയാണ്. പാലാരിവട്ടത്തെ കോൺഗ്രസ് പ്രതിഷേധത്തിൽ അതിനിടെ കേസെടുത്തു പോലീസ്. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തത്. ഹൈബിയുടെ MP-യും 3 MLA-മാരും ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 70 പേർക്കെതിരെയാണ് കേസെടുത്തത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ,
കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഇന്നലെ വൈകുന്നേരം 7 മണി മുതൽ പുലർച്ചെ ഒരു 2 മണി വരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ തുടർച്ചയായ പ്രതിഷേധമായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും ഹൈബിയുടെ MPയും ഒപ്പം 3 MLA മാരുമാണ്. ഇവരെ പ്രധാന പ്രതികളാക്കിക്കൊണ്ടാണ് പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്നാം പ്രതി DCC അധ്യക്ഷനാണ്. പിന്നീട് ഹൈബിയുടെ MP, ഒപ്പം TJ വിനോദ് MLA, ഉമാ തോമസ് MLA, അൻവർ സാദത്ത് MLA ഇവരെയാണ് ആദ്യ പ്രതികളാക്കിയിരിക്കുന്നത്. അതിന് പുറമെ കണ്ടാൽ അറിയാവുന്ന 70 പേർക്കെതിരെ കൂടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തൽ, അന്യായമായി കൂട്ടം ചേരൽ, ഒപ്പം പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചേർത്തിരിക്കുന്നത്. ഇന്നലെ വലിയ ഗതാഗത തടസ്സമൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം ആദ്യഘട്ടത്തിൽ പാലാരിവട്ടത്തുണ്ടായത്. പലകുറി നാട്ടുകാരും ഒപ്പം അവിടെയുള്ള മറ്റു പോലീസുകാരും ഒക്കെയായിട്ട് സംഘർഷത്തിലേർപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എന്തായാലും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടി പ്രതിഷേധം ഇന്നത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് അടക്കം നടത്തുന്ന പ്രതിഷേധങ്ങളിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അനുജ, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ പ്രതിഷേധത്തിലാണ് പോലീസ് കേസെടുത്തത്. ഇനി മറ്റൊരു വാർത്ത. എറണാകുളം പിറവത്ത് വയോധികയുടെ വീട്ടിലേക്കുള്ള വഴി അടച്ച അയൽവാസി. പിറവം ഇലഞ്ഞി 1-ാം വാർഡ് മലയിൽ വീട്ടിൽ മറിയക്കുട്ടി എന്ന 76-കാരിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് മുള്ളുവേലിയിട്ട് അടച്ചത്. വീടിന് സമീപത്തെ റബ്ബർ തോട്ടം ഉടമ കടവന്ത്ര സ്വദേശി അരുൺ എബ്രഹാമാണ് വേലി സ്ഥാപിച്ചത്. സംഭവത്തിൽ പിറവത്ത് നടന്ന നവകേരള സദസ്സിൽ മറിയക്കുട്ടി പരാതി നൽകിയിരുന്നു. എടുത്തോണ്ട് വന്ന് അവൻ ഇവിടെ ഇറങ്ങിയ എൻ്റെ കാലിലും മുട്ടുകാരെയും വെട്ടി ഓടിക്കുമെന്നും പറഞ്ഞ് അവൻ വന്ന് ഭീഷണിപ്പെടുത്തി. ഇവരാരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ ഇവിടെ. നീ എന്നാൾ ചേർക്കാൻ പറയണത്, നിന്റെ പറമ്പിൽ തന്നെ ഇറങ്ങണില്ല, ഒരു സാധനം എടുക്കണില്ലെന്ന് അവനോട് പറഞ്ഞു. അവനൊന്നും വകവച്ചില്ല. എനിക്കൊന്നും അറിയാൻ പാടില്ല, എൻ്റെ പറമ്പിൽ ഇറങ്ങരുത്, ഇതിനകത്ത് ഇറങ്ങാൻ പറ്റിയാലെന്നും പറഞ്ഞാണ് അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോയി. ശനിയാഴ്ച പേപ്പർ വന്ന് ഞങ്ങളതിൻ്റെ തീരുമാനം അന്വേഷിക്കണേ മിന്നം ഇതും മേടിച്ചോണ്ട് വന്ന് ഇടാനായിട്ട് 3-4 ഗുണ്ടകളുമായിട്ട് വന്ന് ഇവിടെ വന്ന് ഇത്രയും സംഗതികളെല്ലാം ചെയ്തു വെച്ചു. ഞാനൊരു വിധവയാണ്. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അധികൃതരുടെ ഭാഗത്തു നിന്ന്? മറിയക്കുട്ടിക്ക് അനുകൂലമായി എന്തെങ്കിലും നടപടി പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? മറ്റൊന്ന്, അരുൺ എബ്രഹാമിന്റെ വിശദീകരണം എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഏതാണ്ട് 60 വർഷത്തോളമായി മറിയക്കുട്ടിയും മകളും ഒപ്പം മകളുടെ ഭർത്താവും ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട്. മറിയക്കുട്ടി ഏതാണ്ട് 60 വർഷത്തോളമായി അവിടെ താമസിക്കുന്നു. ഇപ്പോൾ മകൾക്കൊപ്പമാണ് ഈ വീട്ടിൽ അവർ താമസിക്കുന്നത്. അവരുടെ വീടിന് തൊട്ടടുത്തായി എറണാകുളം കടവന്ത്ര സ്വദേശിയായ അരുൺ എബ്രഹാം എന്ന വ്യക്തിയാണ് ഈ റബ്ബർ തോട്ടം വാങ്ങിയത്. അടുത്തിടെയാണ് അത് വാങ്ങുന്നത്. ശേഷം ഈ മറിയക്കുട്ടി അവരുടെ വസ്തുവിലൂടെ ഇറങ്ങി നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറിയക്കുട്ടിയെ ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് എല്ലാത്തിനും ഒടുവിൽ ഇന്ന് ഈ അടുത്ത ദിവസം വന്ന് അവരുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന വഴി മുഴുവൻ മുള്ളുവേലി കൊണ്ട് കെട്ടിയടച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് വലിയ കയറ്റം പോലെയുള്ളതാണ് ആ വീട്ടിലേക്ക് പോകുന്ന വഴി. അവിടെ നിന്നും മറ്റൊരു വഴിയിലൂടെ ഇറങ്ങി വരേണ്ട അവസ്ഥയാണ് 76-കാരിയായ ആ വൃദ്ധയ്ക്ക് ഉള്ളത്. നേരത്തെ നവകേരള സദസ്സ് പിറവത്ത് നടക്കുമ്പോൾ അതിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേൽ ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല. കോടതി ഉത്തരവുണ്ട് ഇത്തരത്തിൽ വേലി കെട്ടി തൻ്റെ വസ്തുവിലേക്ക് ഇവർ ഇറങ്ങാതിരിക്കാൻ, വേലി കെട്ടിത്തിരിക്കാൻ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അരുൺ എബ്രഹാം ഈ നടപടി കൈക്കൊണ്ടത്. കൂത്താട്ടുകുളം പോലീസും സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. 10-60 വർഷമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വഴിയാണിത്. ആ വഴി 76 വയസ്സുള്ള ഒരു വൃദ്ധയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്തവണ്ണം വേലി കെട്ടി അടയ്ക്കുന്നത് ഏത് തരത്തിൽ ന്യായീകരിക്കുമെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കോടതി വിധി ഉണ്ടാകുമ്പോൾ പോലും, ഇനി കോടതി വിധി ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് 10-60 വർഷമായി നടക്കുന്ന വഴി കെട്ടിയടയ്ക്കുന്നത് ഏത് തരത്തിൽ ന്യായീകരിച്ചാൽ നിലനിൽക്കും എന്നുള്ളത് വ്യക്തമല്ല. പ്രതികരിക്കാൻ അരുൺ എബ്രഹാം തയ്യാറായിട്ടില്ല. കോടതി ഉത്തരവിന്റെ ബലത്തിലാണ് ഇത് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ്. ഏതായാലും ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് ഈ ഘട്ടത്തിലുള്ളത്. മറ്റൊരു വാർത്ത. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ഉദ്ധവ് താക്കറെ ക്ഷണിക്കില്ല. രാമക്ഷേത്ര ട്രസ്റ്റിന്റേതാണ് തീരുമാനം. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങും അനുബന്ധ കാര്യങ്ങളും വിലയിരുത്താൻ BJP ഉന്നതാധികാര സമിതി യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവർ പങ്കെടുക്കും. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. ആരെയൊക്കെ ക്ഷണിക്കണം, ക്ഷണിക്കേണ്ടതില്ല എന്നതിൻ്റെയൊക്കെ കൃത്യമായ കാര്യങ്ങളിലേക്ക് ട്രസ്റ്റ് എത്തുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഇന്ന് ചേരുന്ന യോഗത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
അനുജ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ഇതിൽ വിളിക്കാത്ത രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അഖിലേഷ് യാദവിൻ്റെ കൂടി പ്രതികരണം വന്നിരിക്കുന്നത്. ഉദ്ധവ് താക്കറെയും അഖിലേഷ് യാദവിനെയുമാണ് വിളിക്കാത്തവരുടെ കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഇപ്പോൾ അഖിലേഷ് യാദവ് പറയുന്നത് തന്നെ രാമൻ വിളിക്കുമ്പോൾ താൻ അയോധ്യയിലേക്ക് പോകും എന്നുള്ളതാണ്. മറ്റാരും വിളിക്കുന്നു എന്നോ വിളിച്ചില്ല എന്നോ ഉള്ള കാര്യമല്ല. രാമൻ എപ്പോൾ തന്നെ അയോധ്യയിലേക്ക് വിളിക്കണം, ആ ഘട്ടത്തിൽ താൻ അയോധ്യയിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഉദ്ധവ് താക്കറെ നേരത്തെ തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. തന്നെ ആരും അവിടേക്ക് ക്ഷണിച്ചില്ല. തൻ്റെ പിതാവാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിലപാട് കൈക്കൊണ്ട വ്യക്തികളിൽ ഒരാൾ. അതുകൊണ്ട് തന്നെ അവിടേക്ക് വിളിക്കേണ്ടതായിരുന്നു എന്ന രീതിയിൽ ഉദ്ധവ് താക്കറെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിനാണ് ഇപ്പോൾ ഈ രാമക്ഷേത്ര ട്രസ്റ്റ് ഈ വിളിക്കാൻ തീരുമാനിച്ച പട്ടികയിൽ മറ്റേതെങ്കിലും ഒരു ഭേദഗതി വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനർത്ഥം ഉദ്ധവ് താക്കറെയും ഒപ്പം അഖിലേഷ് യാദവിനെയും അടക്കം വിളിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. ഇതിന് മറുപടി ഈ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കളെ വിളിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി രാമൻ്റെ വിശ്വാസികളെ തങ്ങൾ കൃത്യമായിട്ട് ക്ഷണിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു മറുപടിയായിട്ട് വന്നിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം രാഷ്ട്രീയമായിട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറുകയാണ്. BJP യോഗത്തിൻ്റെ ഒരു പ്രാധാന്യം BJP നമുക്കറിയാവുന്നതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് BJP സംഘടിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. ഈ രാമക്ഷേത്ര നിർമ്മാണവും അനുബന്ധമായിട്ടുള്ള ചടങ്ങുകളും ഉദ്ഘാടനം അടക്കമുള്ള വിഷയങ്ങളും വലിയ രീതിയിൽ പ്രചരണായുധമാക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ ഇപ്പോൾ ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കേണ്ട മറ്റ് പരിപാടികളെ കുറിച്ചിട്ടുള്ള ആലോചനയടക്കമുള്ള കാര്യങ്ങളാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ ഈ ദിവസം എന്തൊക്കെ പരിപാടികൾ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗം തീരുമാനിക്കും. ശരി, അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ഉദ്ധവ് താക്കറെയും അഖിലേഷ് യാദവിനെയും ക്ഷണിക്കില്ല എന്നുള്ളതാണ്. ഉദ്ധവ് താക്കറെയുടെ പേര് അല്പസമയം മുൻപ് വന്നെങ്കിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന പേര് അഖിലേഷ് യാദവിൻ്റെതാണ്. രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെതാണ് തീരുമാനം. മറ്റൊന്ന് BJPയുടെ ഉന്നതാധികാര സമിതി യോഗം ഇന്ന് ചേരുകയാണ്. പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് BJP എന്തൊക്കെ കാര്യങ്ങൾ സംഘടിപ്പിക്കണം എന്നൊക്കെയുള്ളത് ഈ യോഗത്തിൽ ചർച്ചാ വിഷയമാകുമെന്നതാണ് ആർ രാധാകൃഷ്ണൻ നൽകിയ വിവരം. തിരികെ ലൈവ് ന്യൂസിലേക്ക്. ആലപ്പുഴ നൂറനാട് പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ നശിപ്പിച്ച ശേഷം യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്തെന്ന് പരാതി. നൂറനാട് സ്വദേശി സാലു ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസ്. അതിക്രമത്തിൽ പോലീസിനെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമെന്ന് നൂറനാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അറിയിച്ചു. യഥാർത്ഥ വസ്തുതകൾ ഒളിച്ചുവെക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത്. അക്രമി സംഘം ചേരി തിരിഞ്ഞ് സ്ഥലത്ത് പരസ്പരം ആക്രമിച്ചു. അക്രമി സംഘം തന്നെയാണ് വാഹനം തകർത്തത്. സമയോചിതമായി പോലീസ് ഇടപെട്ടതിനാൽ തുടർ അക്രമ സംഭവങ്ങൾ ഒഴിവായെന്നും പോലീസ് പറയുന്നു. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനീഷ്, ഇവിടെ രണ്ട് കൂട്ടരും പറയുന്നത് എന്താണ്? അക്രമി സംഘം പോലീസിന് മേൽ പഴിചാരുമ്പോൾ പോലീസ് പറയുന്നു അക്രമി സംഘം തന്നെയാണ് എല്ലാം നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണോ? സംഭവിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ? അനുവച്ച ഈ ഒരു സംഭവം ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതലേ പോലീസ് പ്രതികരിക്കുന്നത് ഹാൻഡ് ലോക്ക് ചെയ്ത വാഹനം മാറ്റിവെച്ചത് മാത്രമാണ് പോലീസ് ചെയ്തത്, അല്ലാതെ വാഹനം നശിപ്പിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ പോലീസ് വാഹനം കൈകാര്യം ചെയ്യുന്ന രീതി അത് യഥാർത്ഥത്തിൽ വാഹനം നശിക്കുന്ന അല്ലെങ്കിൽ ആ വാഹനം നശിച്ചു പോകുന്ന രീതിയിലാണ് എന്ന രീതി വലിയ ആരോപണം വന്നിരുന്നു. ഒപ്പം തന്നെ അതിൻ്റെ പേരിൽ 10 പേർക്കെതിരെ 11ഓളം പേർക്കെതിരെ പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നിലവിൽ പോലീസ് അത് സംബന്ധിച്ച് വിശദീകരണം കുറെ കൂടി വിശദാംശങ്ങൾ കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കുന്നത്. പോലീസ് പറയുന്നത് പോലീസ് അവിടെ എത്തുന്നതിന് മുൻപ് വലിയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. 1-2 ആളുകൾ ഒരുപക്ഷെ കൊല ചെയ്യപ്പെട്ടാവുന്ന സാധ്യത കൂടി അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചില അക്രമി സംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വാഹനം തകർത്തു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പോലീസ് പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ പോലീസ് പ്രതിക്കൂട്ടിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് അവിടെ എത്തിയ ശേഷം ഒരു അക്രമി സംഘത്തെയും പിടികൂടുന്ന ദൃശ്യങ്ങളില്ല. ഒരാളെ മാത്രം പിന്നീട് കസ്റ്റഡി എടുക്കുന്ന മാത്രമാണ് പോലീസ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥർ 10-12 വാഹനം ഇതുപോലെ അവിടെ നിന്നും വലിച്ചിഴച്ചു കൊണ്ടുപോയി വലിച്ചെറിയുന്നത് പോലെ അത് വാഹനം നശിപ്പിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ DYFI അടക്കം പോലീസിനെതിരെ ഈ പോലീസിൻ്റെ നടപടിക്കെതിരെ DYFI അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. DYFI അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റി നിലവിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ ഈ ഒരു പോലീസിംഗ് രീതിയിൽ വലിയ പരാതി കൊടുത്തു. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്ന ഒരാൾക്കെതിരെ, അയാൾ ഈ കേസിലൊന്നും ഉൾപ്പെട്ട
ഉൾപ്പെട്ടയാളല്ല, ഈ അക്രമ സംഭവങ്ങളൊന്നും ഉൾപ്പെട്ടയാളല്ല എന്നാണ് അയാളും ഈ പ്രതിസ്ഥാനത്തുള്ള നിലവിൽ പ്രതി ചേർക്കപ്പെട്ട ആൾ നിലവിൽ വ്യക്തമാക്കുന്നത്. അയാൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ്. അത്തരത്തിലുള്ള കാര്യമാണ് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. എന്താണെങ്കിലും ഒരു വശത്ത് പോലീസ് അവരുടെ കാര്യങ്ങൾ കുറെ കൂടി വിശദീകരിക്കുന്നു, വ്യക്തമാക്കുന്നു. മറുവശത്ത് പോലീസ് ചെയ്തതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. പോലീസ് അക്രമി സംഘങ്ങളെ അവിടെ നിന്നും പിടികൂടുന്നതിന് പകരം അവിടെ ഉണ്ടായിരുന്ന ഒരു നിരപരാധിയെ പിടിക്കുകയും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വാഹനം തകർക്കുകയും ചെയ്തു എന്നാണ് നിലവിൽ വലിയ ഉയർന്ന ആരോപണം. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി ആ പ്രശ്നമുണ്ടായ സ്ഥലത്തെ മേഖലയിലെ പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ദൃശ്യങ്ങളും ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ അക്രമ സംഗമങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കൂടുതൽ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കാൻ നൂറിനാട് പോലീസിനോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുജ. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ലൈവ് ന്യൂസ് പോകുന്നത് ജപ്പാനിലേക്കാണ്. ജപ്പാനിൽ ഇപ്പോൾ നടന്ന ഒരു സംഭവത്തിലേക്ക്. ടോക്കിയോയിൽ ഹനേഡ എയർപോർട്ടിൽ വിമാനത്തിന് തീപിടിച്ചു. ജപ്പാൻ എയർലൈൻസിന്റെ വിമാനത്തിനാണ് ലാൻഡിങ്ങിനിടെ തീപിടിച്ചത്. ആളപായമില്ല. വിമാനത്തിലുണ്ടായിരുന്ന 379 യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ലാൻഡ് ചെയ്യുന്നതിനിടെ മറ്റൊരു വിമാനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് എന്നതാണ് പ്രാഥമിക നിഗമനം. തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് അഖിലശ്രീ വിവരങ്ങളുമായി. അഖിലശ്രീ, ഇതിൽ ഏറ്റവും ആശ്വാസകരം മുഴുവൻ യാത്രക്കാരെയും ജീവനക്കാരെയും ഒക്കെ സുരക്ഷിതമായി വിമാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആളപായമില്ല, ആർക്കും പരുക്കില്ല എന്നും കരുതാം. ഏതായാലും സംഭവം ഉണ്ടായത് എങ്ങനെയാണ്? ഇപ്പോൾ തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, തീ ഇതുവരെ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം സമയം മുൻപായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ടോക്കിയോയിലെ ഹനേഡ എയർപോർട്ടിൽ ജപ്പാൻ എയർലൈൻസ് ആണ് തീ പിടിച്ചത്. റൺവേയിൽ ലാൻഡ് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. ന്യൂ ചിറ്റോസിൽ നിന്ന് ഹനേഡയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ഫ്ലൈറ്റ് 516 ആണ് തീ പിടിച്ചത്. റൺവേയിൽ ഉണ്ടായിരുന്ന മറ്റൊരു വിമാനവുമായി കൂട്ടിയിടിച്ചതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിമാനത്തിലുണ്ടായിരുന്നത് 379 യാത്രക്കാരാണ്. യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് എയർലൈൻ അതോറിറ്റീസ് ഇപ്പോൾ നൽകുന്ന വിവരം. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. അനുജ. ശരി, ജപ്പാനിലാണ് വിമാനത്തിന് തീ പിടിച്ചത്. യാത്രക്കാരും ജീവനക്കാരും ഒക്കെ സുരക്ഷിതരാണ്. തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു വിമാനവുമായി ലാൻഡിങ്ങിനിടെ കൂട്ടിയിടിച്ചതാണ് അപകട കാരണം. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. തിരുവനന്തപുരം പൂച്ചെടിവിള കോളനിയിൽ ലഹരി മാഫിയയുടെ അതിക്രമം. പൂച്ചെടിവിള കോളനി അസോസിയേഷൻ സെക്രട്ടറി മനു വേണുഗോപാലിൻ്റേതുൾപ്പെടെ 3 വീടുകൾ ആക്രമിച്ചു. വീട്ടുപകരണങ്ങളും വാഹനങ്ങളും നശിപ്പിച്ചു. അഖിൽ ഷാ അൻസാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അഖിൽ ഷാ, ഇതിൽ എന്താണ് ഇവരെ ഇത്തരത്തിലേക്ക് പ്രകോപിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം എന്നുള്ളത്, അതിലെങ്ങനെയാണ് പോലീസിന്റെ ഇടപെടൽ വന്നത്? അനുജ, ഇന്നലെ രാത്രി 12:30 ഈ പൂച്ചെടിവിള കോളനിയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നതിന് ഏറ്റവും പ്രധാനമായും കാരണമായി ഈ മനു ഉൾപ്പെടെ പറയുന്നത്, അതായത് ഈ കഞ്ചാവ് സംഘത്തിൽ അല്ലെങ്കിൽ ഇവർ കഞ്ചാവ് ഉപയോഗിക്കുന്നത് സ്ഥിരമായി മനു ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം ഈ മനുവിന് നേർക്ക് ഇവർ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാൾ ഈ നായയെ അഴിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആ വൈരാഗ്യത്തിലാണ് ഇവർ വീട്ടിലേക്ക് എത്തുകയും ഇത്തരത്തിൽ ഒരു അക്രമം നടത്തുകയും ചെയ്തതെന്നാണ് ഈ വീട്ടുടമസ്ഥനും അതുപോലെ തന്നെ ഈ അസോസിയേഷൻ സെക്രട്ടറിയുമായ മനു പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി 12:30 10 അംഗം വരുന്ന സംഘം ഇവിടെ എത്തുകയും ഈ വീടിന്റെ വാതിൽ ഉൾപ്പെടെ തല്ലി തകർത്ത് വീട്ടുപകരണങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വാഹനങ്ങൾ ഉൾപ്പെടെ തല്ലി തകർക്കുകയായിരുന്നു. ഈ വീട് മാത്രം, അതായത് മനുവിന്റെ വീട് മാത്രമല്ല, മനുവിന്റെ ബന്ധുക്കളുടെ 2 വീടുകളിൽ കൂടി ആക്രമണമുണ്ടായി. ആ വീടുകളുടെ മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങളും അതോടൊപ്പം ഈ കുട്ടികളുടെ സൈക്കിൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ സംഘം നശിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്. 2 പേർ കസ്റ്റഡിയിലായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. അനുജ. ശരി, തിരുവനന്തപുരത്താണ് ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം. വീടുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നു. മലപ്പുറം പാണ്ടിക്കാട് ഉത്സവത്തിനിടെ കതിന പൊട്ടിത്തെറിച്ച് ഒരാൾക്ക് ഗുരുതര പരുക്ക്. മേലാറ്റൂർ സ്വദേശി കരിമ്പനകുന്നത്ത് വേലായുധനാണ് പരുക്കേറ്റത്. വേലായുധനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്? വേലായുധന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അനുജ, ഈ വേലായുധന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ശരീരത്തിന്റെ 90% ഇദ്ദേഹത്തിന് പൊള്ളലേറ്റു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം പാണ്ടിക്കാട് തമ്പാനക്കാട് ശ്രീ കരിങ്കാളി ക്ഷേത്രത്തിലാണ് ഈ കദീന പൊട്ടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ തീ പടരുകയും അത് കദീനയിൽ ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ കദീനയിൽ ഈ മറ്റു സാധനങ്ങൾ നിറക്കുന്നതിനിടയിൽ ഈ വേലായുധനെ പൊള്ളലേൽക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ഉടൻ തന്നെ മഞ്ചേരി
മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജ, ശരി, കഥന പൊട്ടിത്തെറിച്ചുള്ള അപകടം, അതിൽ ഒരാൾക്ക് ഗുരുതര പരുക്കേറ്റു. മണിപ്പൂർ വീണ്ടും കലുഷിതമാകുന്നു. മൊറയിൽ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി. 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റു. ഇന്നലെ 4 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സംഘർഷബാധിത മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇന്നലെ 4 പേർ കൊല്ലപ്പെടുന്നു, ഇന്നിപ്പോൾ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണമുണ്ടാകുന്നു. മണിപ്പൂർ വീണ്ടും സംഘർഷബാധിത മേഖലയായി മാറുന്നു എന്നതാണോ വാർത്ത? മണിപ്പൂരിൽ നിന്ന് വീണ്ടും സംഘർഷത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മൊറയിൽ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അതിൽ 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരുക്കേൽക്കുന്നു. ഇന്നലെ 4 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സേനയെ സംഘർഷബാധിത മേഖലകളിൽ വിന്യസിക്കുകയും ചെയ്യുന്നുണ്ട്. നിതിൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? അനുജ, മൊറയിലാണ് ഇന്ന് രാവിലെ സംഘർഷമുണ്ടായത്. സേനാംഗങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെയായിരുന്നു ഒരു കൂട്ടർ ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിട്ടത്. കുക്കി വിഭാഗക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. 7 സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ അസം റൈഫിൾസിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മേഖലയിൽ ഇപ്പോൾ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി വലിയ സംഘർഷമാണ് മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തൗബാലിൽ ഇരുവിഭാഗം തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 4 പേർ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും സംഘർഷം ഇപ്പോഴും മണിപ്പൂരിൽ തുടർക്കഥയാവുന്നു. മണിപ്പൂരിലെ മിക്ക ജില്ലകളിൽ ഇപ്പോൾ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ വീണ്ടും സംഘർഷം ശക്തമാവുന്നൊരു സാഹചര്യമാണ് മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി സമാധാനം പാലിക്കണമെന്ന് ഒരു ആഹ്വാനം ജനങ്ങളോട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ സമാധാനം തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ വർഷം മെയ് 3-നാണ് അവിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നീട് വലിയ കലാപത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മൊറയിൽ സുരക്ഷാ സേന ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണമാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. മണിപ്പൂരിൽ നിന്ന് വീണ്ടും അക്രമത്തിന്റെ വാർത്തകൾ പുറത്തുവരുന്നു. രാജ്യ അഭ്യൂഹങ്ങൾക്കിടെ നിർണായക യോഗം വിളിച്ച് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. നാളെയാണ് യോഗം നടക്കുക. ഭൂമി തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചനയ്ക്ക് പിന്നാലെയാണ് രാജ്യ അഭ്യൂഹം ശക്തമായത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. ആർക്കെ, 7 തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹേമന്ത് സോറന് ED നോട്ടീസ് നൽകിയത്. പക്ഷേ മറുപടി നൽകിയില്ല. ഇനിയിപ്പോൾ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി എന്നതാണോ? ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിലേക്ക് അദ്ദേഹം കടക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് വാർത്തകൾ പുറത്തു വന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട യോഗം നടക്കാൻ പോകുന്നു. എന്താണ് കരുതേണ്ടത്? ഇത് ഏതാണ്ട് 7ാമത്തെ തവണയാണ് ഹേമന്ത് സോറന് നോട്ടീസ് ലഭിക്കുന്നത്. സോറൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ പുറത്തു വന്നത് കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ സോറൻ്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശവും നിലവിലുള്ള സാഹചര്യത്തിൽ EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട എന്നുള്ളത് തന്നെയാണ്. ED ശക്തമായിട്ടുള്ള നിലപാടുകൾ പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിരുന്നെങ്കിലും അത് സോറൻ അംഗീകരിക്കാനോ ചോദ്യം ചെയ്യലിന് ഹാജരാകാനോ തയ്യാറായിരുന്നില്ല. ഈ സോറൻ അടുത്ത ദിവസം വീണ്ടും ഹാജരാകാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് നടപടികൾ നീളും. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തര നിയമസഭാ കക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. സോറൻ രാജിവെക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖ്യമന്ത്രി ആകും. നിയമസഭാ കക്ഷി നേതാവായി അവരെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങളുടെ തുടക്കമാണ് എന്നുള്ളതാണ്. ഏതായാലും അത്യന്തം ഉദ്യോഗജനകമായിട്ടുള്ള സാഹചര്യമാണ് ജാർഖണ്ഡിൽ ഉണ്ടാകുന്നത്. BJP ഇക്കാര്യത്തിൽ ഹേമന്ത് സോറൻ പിന്തുടരുന്ന നയത്തെ വളരെ ശക്തമായിട്ട് വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, അതാണ് ജാർഖണ്ഡിൽ നിർണായക യോഗം. നാളെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. ഇന്ത്യ മുന്നണിയിൽ പഞ്ചാബിൽ സഖ്യമുണ്ടാകില്ല. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പഞ്ചാബിൽ 2ആയി മത്സരിക്കും. അതേസമയം ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിലേർപ്പെടും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ചിത്രം വ്യക്തമാവുകയാണോ? ഇതിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഇത്തരത്തിലേക്കൊക്കെയുള്ള നിലപാടുകൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും 2ആയി മത്സരിക്കുമെന്നൊക്കെ പറയുന്നത് തിരിച്ചടിയാകും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമല്ലേ?
അനുജ, BJP മുഖ്യ ശത്രു എല്ലായിടത്തും മാത്രമേ ഇങ്ങനെ ഇത്തരത്തിലൊരു ഒറ്റക്കൊറ്റയ്ക്ക് മത്സരിക്കുന്നൊരു നിലപാട് സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിരുന്നു. പഞ്ചാബിൽ കോൺഗ്രസ് സംബന്ധിച്ചും ആം ആദ്മി പാർട്ടി സംബന്ധിച്ചും BJP ഒരു മുഖ്യ ശത്രു അല്ല എന്നാണ് പൊതുവെയുണ്ടായ വിലയിരുത്തൽ. 13 ലോക്സഭാ മണ്ഡലങ്ങളിൽ 8 കോൺഗ്രസും 2 BJP, 3 ശിരോമണി അകാലിദളാണ് പഞ്ചാബിലുള്ളത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തരംഗം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്കുണ്ട്. കോൺഗ്രസും സമാനമായി തന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ആ ഒരു സാഹചര്യത്തിലാണ് പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനം. അതേസമയത്ത് ഡൽഹിയിലാണെങ്കിൽ BJP ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ 7 ലോക്സഭാ സീറ്റിലും BJP തന്നെയാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഡൽഹിയിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് മത്സരിക്കാനുള്ളൊരു ധാരണയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സീറ്റ് വിഭജന സംബന്ധിച്ച ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും. നേരത്തെ ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യം സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിന്റെ ഭാഗമായുള്ള ഒരു ധാരണ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് മറ്റു പല സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും. മുന്നണിയിൽ പഞ്ചാബിൽ സഖ്യമുണ്ടാകില്ല എന്നുള്ളതാണ്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രണ്ടായി തന്നെ മത്സരിക്കും. ഇവിടെ BJP മുഖ്യ ശത്രു ആകുന്നില്ല. എന്നാൽ ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിൽ ഏർപ്പെടും. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.